പാഴ്സൽ വഴി മയക്കുമരുന്ന് കടത്തുന്ന സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വാഹന പരിശോധനയും നിരീക്ഷണവും കർശനമാക്കിയതോടെയാണ് പാഴ്സൽ വഴിയുള്ള ലഹരി കടത്ത്. റോബോട്ടിനുള്ളിൽ MDMA കടത്തിയ സംഭവത്തിൽ അന്വേഷണം ബാംഗ്ലൂരുവിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ ടൗൺ പോലീസ്. കളിപ്പാട്ടമായ റോബോട്ടിനുള്ളിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് പാർസൽ അയച്ചത് ആരെന്ന് കണ്ടെത്താനാണ് ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. ബംഗളൂരുവിൽ നിന്നാണ് കണ്ണൂരിലേക്ക് പാർസൽ അയച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസും എക്സൈസും പരിശോധനകൾ കർശനമാക്കിയതോടെ വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള കടത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് പാർസൽ വഴി മയക്കുമരുന്ന് കടത്തൽ വർദ്ധിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിന്റെ നേതൃത്വത്തിൽ SIP ഉണ്ണികൃഷ്ണൻ നടത്തിയ റെയ്ഡിലാണ് 20.5 ഗ്രാം MDMA തിരുവോണ ദിവസം കണ്ടെത്തിയത്. പിണറായി പുത്തൻകണ്ടം സ്വദേശി A. ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഫൈസൽ കാരിയർ മാത്രമാണെന്നാണ് പോലീസ് നിഗമനം. ഈ പാർസൽ അയച്ചതിന് പിന്നിൽ വലിയ റാക്കറ്റുണ്ട്. ഈ റാക്കറ്റിലേക്ക് അന്വേഷണം എത്തിക്കുകയാണ് പോലീസ് ലക്ഷ്യം. പാർസൽ ബുക്ക് ചെയ്ത ആളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. പിടിയിലായ ഫൈസലിന്റെ മൊബൈൽ ഫോൺ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. റിമാൻഡിലുള്ള ഫൈസലിനെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ഒരുങ്ങുകയാണ്. ഇതിൽ കൂട്ടുപ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. പാർസൽ വഴി നേരത്തെയും കണ്ണൂർ സ്വദേശിയായ നിസാം എന്നയാളുടെ നേതൃത്വത്തിൽ വൻതോതിൽ ലഹരിക്കടത്ത് നടന്നിരുന്നു. ലഹരിക്കടത്തിന് സുരക്ഷിതമായ മാർഗം എന്ന നിലയിലാണ് പാർസലിനെ മാഫിയ സംഘം ഉപയോഗിക്കുന്നത്. പാർസലുകൾ പരിശോധിക്കാൻ പോലീസിന് പരിമിതികളുമുണ്ട്. എല്ലാ സാധനങ്ങളും തുറന്നു പരിശോധിക്കുക പ്രായോഗികവുമല്ല. ഈ അവസരമാണ് മാഫിയ സംഘം മുതലെടുക്കുന്നത്. ബുക്കിംഗ് വേളയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പാർസലിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പാർസൽ ഏജൻസികൾക്ക് സംവിധാനവുമില്ല. ഇത്തരം സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. കണ്ണൂർ ACP MP ആസാദിന്റെയും ടൗൺ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിന്റെയും നേതൃത്വത്തിൽ പാർസൽ ലഹരിക്കടത്തിനെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.